ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. ഈ മനോഹരമായ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സ്വർഗത്തിലെ ദൈവം അനുവദിച്ച എല്ലാ അനുകൂലമായ സാഹചര്യത്തിലും ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 43-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗവും 52-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗവും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. 43-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം, അവൻ യെരിഹോവിൽ എത്തി. 52-ൻ്റെ ഒടുവിലത്തെ ഭാഗം, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ച 43 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്ന ബർത്തിമായി എന്ന് പറയുന്ന അന്ധന് നമ്മുടെ കർത്താവ് സൗഖ്യം നൽകുന്ന വിഷയം. പലപ്പോഴും നാം നിരവധി ചിന്തകൾ ഈ വേദഭാഗങ്ങളിലൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്തയിൽ വന്ന 1-2 കാര്യങ്ങൾ വളരെ വേഗം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ യെരിഹോവിൽ എത്തി എന്ന് നാം വായിക്കുന്നു. യേശു യെരിഹോവിൽ എത്തി. യെരിഹോ പട്ടണം ശാപഗ്രസ്തമായി തീർന്ന ഒരു പട്ടണമാണ് എന്നുള്ളത് അതിൻ്റെ പൂർവ്വ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. ആർക്കും വേണ്ടാതിരുന്ന ആ പട്ടണത്തിൽ നമ്മുടെ കർത്താവ് എത്തി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വാക്കല്ല. വളരെ പ്രാധാന്യത ചരിത്രപരമായിട്ട് ആ വിഷയത്തിന് ഉണ്ട്. യേശു യെരിഹോവിൽ എത്തിയപ്പോൾ അവിടെ അന്ധനായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ പേരാണ് തിമ്മായിയുടെ മകനായ ബർത്തിമായി. യേശു അതിലെ കടന്നു പോകുന്ന വാർത്ത ആളുകളാൽ അറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശു നിന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവ് അവനോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് അവൻ കാഴ്ച പ്രാപിച്ചു. അതാണ് നാം 52-ാം വാക്യത്തിൽ വായിച്ചത്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, അവന് ജന്മന ബാധിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു അവൻ്റെ അന്ധത എന്ന് പറയുന്നത്. ജന്മന ബാധിച്ചിരിക്കുന്ന അന്ധതയ്ക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരവുമില്ല. ലോകത്തെ ഇന്ന് വരെ കാണാതെ, മാതാപിതാക്കളെ കാണാതെ, സുഹൃത്തുക്കളെയോ സ്നേഹിതരെയോ ആരെന്നു പോലും കാണാതെ അവരൊക്കെയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണല്ലോ ഈ അന്ധനായ മനുഷ്യൻ. അവന് പ്രകൃതി പോലും എന്താണ് എന്ന് കണ്ടിട്ടില്ല. വാസ്തവത്തിൽ അവൻ്റെ ജീവിതം ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു. എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ യെരിഹോവിൽ എത്തിയിരിക്കുന്നത് അന്ധനായിരിക്കുന്ന ബർത്തിമായിക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി ആണ്. വാസ്തവത്തിൽ ശാപഗ്രസ്തമായി തീർന്ന യെരിഹോ പട്ടണത്തിൽ അന്ധത ബാധിച്ചു കിടന്നിരുന്ന ബർത്തിമായെ തേടി കർത്താവ് ഇവിടെ എത്തുമ്പോൾ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ ചോദ്യത്തിന് മുമ്പാകെ അവൻ പറയുന്നത്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ ജന്മന അവനെ ബാധിച്ചിരുന്ന ഇരുളടഞ്ഞ അവൻ്റെ ജീവിതം, ആ ജീവിതത്തിന് കർത്താവ് വളരെ പെട്ടെന്ന് അവന് സൗഖ്യം നൽകി കൊടുക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ഇവൻ്റെ പ്രശ്നം ജന്മന ഉള്ളതാണ്. ആ പ്രശ്നത്തിനാണ് കർത്താവ് അവന് വളരെ പെട്ടെന്ന് സൗഖ്യം നൽകി അവൻ്റെ കാഴ്ച പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് അവനെ എത്തിപ്പാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ ചിന്ത ഓടി വന്നത്, ഇതേ ഒരു ജന്മന ബാധിച്ചിരുന്ന പ്രശ്നം നമുക്കുമുണ്ടായിരുന്നല്ലോ. നാം എല്ലാവരും ജനിച്ചപ്പോൾ തന്നെ പാപത്തിലായിരുന്നു. ദാവീദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ബർത്തിമായിയുടെ പുറമെയുള്ള കണ്ണുകളായിരുന്നു ഇരുളടഞ്ഞിരുന്നതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ആന്തരികമായ കണ്ണുകൾ ഇരുളടഞ്ഞതായിരുന്നു. നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം ഇരുണ്ടു മൂടിയിരുന്ന അവസ്ഥയായിരുന്നു. അതും ജന്മന നമ്മെ ബാധിച്ചിരുന്ന പ്രശ്നമാണ്. എന്നാൽ രണ്ടുകൂടെ നാം ഒന്ന് തുലനം ചെയ്തെന്ന് പ്രഭാതത്തിൽ നോക്കിയാൽ, ബർത്തിമായിയുടെ പ്രശ്നം പരിഹരിക്കാൻ കർത്താവ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞ മാത്രയിൽ അവൻ സൗഖ്യമുള്ളവനായിട്ട് തീരുകയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ കാഴ്ച പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇരുളടഞ്ഞ അന്ധത ബാധിച്ചിരുന്ന, ആന്തരികമായ തിമിരം ബാധിച്ചിരുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് പരിഹാരം തരുവാൻ വാക്കുകളാൽ ഒരിക്കലും അത് പര്യാപ്തമല്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ശാപഗ്രസ്തമാക്കപ്പെട്ട ഈ മണ്ണിലേക്ക് ദൈവപുത്രനായ കർത്താവ് താണിറങ്ങി വന്നത്. അവിടുന്ന് കേവലം വാക്കുകളാലല്ല നമ്മുടെ രക്ഷ സാധിച്ചു തന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള മേലെഴുത്ത് നിവൃത്തിയാകും വണ്ണം
നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് വന്ന് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നവനോട് കരുണ തോന്നുവാൻ തക്കവണ്ണം കരുണയില്ലാത്ത ആളുകളാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ വേദന അനുഭവിപ്പാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തിന് ഒരു വെളിച്ചം തരുവാനായിട്ട് ദൈവപുത്രനായ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ വേദനപ്പെട്ട് മരിപ്പാൻ ഇടയായിട്ട് തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് മരണം നിമിത്തം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ അന്ധത മാറി എന്നുള്ളതായിരുന്നു. നാം ഇന്ന് കാഴ്ച പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തെ കർത്താവ് മാറ്റി തന്നു. വാക്കുകളല്ല, തൻ്റെ യാഗത്താൽ നമുക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണവും പാപമോചനവും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും നമുക്ക് ലഭ്യമാകുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ നമ്മെ ഇത്രയധികം സ്നേഹിച്ച് നമ്മുടെ ഇരുളടഞ്ഞ, നമ്മുടെ അന്ധത ബാധിച്ചിരുന്ന ആന്തരികമായ നമ്മുടെ അവസ്ഥയെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവിന് നമുക്ക് സകല മഹത്വവും അർപ്പിക്കാം. പകരമായി അന്ധകാരത്തിന്റെ മണിക്കൂറുകളിലൂടെ നമുക്ക് വേണ്ടി കടന്നുപോയി നമ്മുടെ മുഴുവനായ പാപം ചുമന്നുവെങ്കിലും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ നമുക്ക് സകല മഹത്വം അർപ്പിച്ച് ആരാധിച്ച് പുകഴ്ത്തി മഹത്വപ്പെടുത്താം. അവിടുത്തെ ധന്യമേറിയ നാമം മഹിമപ്പെടുമാറാകട്ടെ. അവനിലെന്നെ കരുതുന്നവൻ ആകുലവേളയിൽ ആശ്വാസമേ. അവനിലെന്നെ കരുതുന്നവൻ ആകുലവേളയിൽ ആശ്വാസമേ. ആപത്തനർത്ഥങ്ങൾ വന്നെന്നാലും ആനന്ദമേകുവോനരികിലുണ്ട്. ആപത്തനർത്ഥങ്ങൾ വന്നെന്നാലും ആനന്ദമേകുവോനരികിലുണ്ട്. നിൻ കൃപ മതി എനിക്ക് ഉലകിൽ നാഥ, നീറുന്ന ശോധന നേരിടുമ്പോൾ നിൻ ദിവ്യ സാന്നിധ്യം കൂടെയുണ്ടല്ലോ. നിത്യതയോളവും ഞാൻ ധന്യനാ.